നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പൈസയ്ക്ക് വേണ്ടിയാണെങ്കിലും അതല്ല ജോലിയാണെങ്കിലും അതല്ല വേറെ എന്ത് കാരണമായിക്കോട്ടെ, അതെല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളിലോട്ട് തന്നെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ഹാപ്പിനെസ് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ പലരും അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചുറ്റും പല കാര്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ആളുകളുണ്ട്, പല സാധനങ്ങളുണ്ട്, പല സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിന്നും ഈ വ്യക്തികളിൽ നിന്നുമൊക്കെ നമുക്ക് എങ്ങനെയാണ് സന്തോഷം കണ്ടെത്താൻ പറ്റുക? ശരിക്കും പറഞ്ഞാൽ ഇവരിൽ നിന്നൊന്നുമല്ല സന്തോഷം കണ്ടെത്തേണ്ടത്, നമ്മളിൽ നിന്ന് തന്നെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത് കേട്ടോ. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ഹേറ്റ്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. നിങ്ങൾ ആരെയും വെറുക്കണ്ട, നിങ്ങൾ നിങ്ങളിൽ തന്നെ ജീവിക്കുക. നമുക്ക് എന്ത് വേണം, നമുക്കെന്ത് നേടണം, നമുക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതോ ഒക്കെ അവർ ചെയ്തിട്ട് പൊയ്ക്കോട്ടെ, അതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിച്ചാൽ തീരാവുന്നതാണ് നമ്മളുടെ ഒരു 90% പ്രശ്നങ്ങൾ. ബാക്കി 10% നമുക്ക് വേറെ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരാളെ വെറുക്കുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സ്വയം നമ്മളുടെ മൈൻഡ് നെഗറ്റീവ് ആക്കുകയാണ്. എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് പറയുന്നതിൻ്റെ 100 ഇരട്ടി ഇഷ്ടക്കേടാണ് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത്. എനിക്കിഷ്ടമല്ല, ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്ന വാക്കാണ് നമ്മുടെ മൈൻഡ് മാക്സിമം എടുക്കുന്നത്. അപ്പോൾ ശ്രമിക്കുക, ആരെയും നമ്മൾ എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ കൊണ്ട് നടക്കുന്നത്, അത് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഡോണ്ട് കമ്പയർ. ഒരാൾക്ക് കാറുണ്ട്, ഒരാൾക്ക് വീടുണ്ട്. ഈ കാറും വീടും ഒന്നും ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. ജീവിക്കാൻ ഭക്ഷണം കിട്ടാത്തവരുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട്. അവരെ എല്ലാവരെയും ചേർത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഒത്തിരി മിസറബിളായി പോകും. എനിക്ക് മറ്റുള്ളവരെ പോലെ ആവണം, എനിക്ക് മറ്റുള്ളവരെ പോലെ വാങ്ങണം, എനിക്ക് മറ്റുള്ളവരെ പോലെ ചെയ്യണം, ഇതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എനിക്കൊരു കാറ് വാങ്ങിക്കണം, അതെന്തോ ആയിക്കൊള്ളട്ടെ. എനിക്ക് ഇന്ന മോഡലിലുള്ള ഇന്ന കാർ വാങ്ങിക്കണം, എനിക്ക് ഇത്ര രൂപയുടെ അല്ലെങ്കിൽ ഇത്ര സ്പേസ് ഉള്ള ഒരു വീട് കെട്ടണം, എനിക്ക് ഇന്നൊരു ജോലി നേടണം. ഇത് എൻ്റെ മാത്രം ആവശ്യമാണ്. എൻ്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയോ ചെയ്തത് കൊണ്ടോ നേടിയത് കൊണ്ടോ അല്ല എനിക്ക് ഈ ആഗ്രഹം വന്നത്. അപ്പോൾ ഡോണ്ട് കമ്പയർ. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡോണ്ട് വറി. നിങ്ങൾ എന്ത് ഇന്നലെ ചെയ്തു എന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വിഷമിക്കുന്ന സാഹചര്യം മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നതും അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യമാണ്, നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പലരും പറയുന്നത് പോലെ ടൈം മെഷീൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും ഇന്നലകളെ ഒഴിവാക്കാം. എന്നിട്ട് ഇന്നിൽ ജീവിക്കാം. ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കും. അത് 100% ഉറപ്പാണ്, അല്ലെങ്കിൽ 110% ഉറപ്പാണ്. അപ്പോൾ ഇന്നലകളെ മറന്ന് ഇന്ന് ജീവിച്ചാൽ നാളെ നമുക്ക് സുരക്ഷിതമാക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, 3 റൂൾസ്.